അത് മത്സരിച്ച് ജയിച്ചു കാണിക്കേ, അല്ലാതെ ഇങ്ങനത്തെ ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് ബോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആയിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ. പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. English Cafe presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. കമ്പനിയുടെ മാനേജിംഗ് പാർട്ണർ ഞാനായിരുന്നു. അപ്പൊ എന്റെ പേരിലാണ് സെൻസർ ചെയ്തേക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇവിടുത്തെ റെക്കോർഡ്സിലുണ്ട്. അതില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ സെയിം സാൻഡ്ര തോമസ് തന്നെയാണ്. ഫേം അറിയുന്നുള്ളതല്ലേ ഉള്ളൂ. ഇപ്പൊ വിശാഖിന്റെ കാര്യത്തിലും അത് തന്നെയല്ലേ? വിശാഖിന്റെ രണ്ട് ഫേമാണ്, അതേപോലെ തന്നെ രണ്ട് ഫോമാണ്. എക്സിസ്റ്റിംഗ് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? ബൈലോയിൽ എവിടെയെങ്കിലും എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ? എന്തിന്റെ ബേസിസിലാണ് അത് നോക്കുന്നത്? ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു റെഗുലർ മെമ്പറിന് 3 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഒരു റെഗുലർ മെമ്പറിന് 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ എലിജിബിൾ ആണെന്നാണ് ബൈലോയിൽ പറഞ്ഞത്. അത് പ്രകാരം ഞാൻ എലിജിബിൾ ആണ്. ഞാൻ 9 പടങ്ങൾ എന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഇവിടെ ഇത്രയും പേരുടെ സാധനം ചെയ്തതിൽ ആരുടെയെങ്കിലും രജിസ്ട്രേഷൻ ഈ മെമ്പർഷിപ്പ് സാധനം എടുത്തു? എന്തിനാ എന്റെ മാത്രം എടുത്തത്? എന്റെ മാത്രമല്ല രജിസ്ട്രേഷന്റെ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും സെൻസർ സർട്ടിഫിക്കറ്റല്ലേ എടുത്തിട്ടുള്ളൂ. അല്ല ഞാൻ സാറിന് അപ്പൊ എന്തോ നേരത്തെ അറിയായിരുന്നു. ഞാൻ എന്റെ ഇല്ല എന്നുള്ളത് സാറിന് എങ്ങനെ അറിയാം? ഇല്ല എന്നുള്ളത് ഞാൻ ചോദിച്ചത്. ഈ ഫയൽ എടുത്തിട്ട് ഈ ഫയൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയാണോ? അതെ, ഞാൻ കൊടുത്തേക്കുന്ന അപേക്ഷയാണ്. അതിനകത്തുനിന്ന് എന്തെങ്കിലും കടലാസ് ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. ഇപ്പൊ ഞാനത് അവര് പറഞ്ഞ റെഗുലർ മെമ്പർ ആവാൻ എന്നോട് പറഞ്ഞത് ഇപ്പൊ എന്റെ ആധാർ കാർഡും എന്റെ ഡ്രൈവിംഗ് ലൈസൻസും ആണെങ്കിൽ അതായിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ റെഗുലർ മെമ്പർ ആവാൻ ഇവിടെ റെഗുലർ ഒരു ഫേമിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അത് സാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഒരു ഫേമിനാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സാൻഡ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന ഫേമിന് മെമ്പർഷിപ്പ് ഉണ്ട്. ഒരു റെഗുലർ മെമ്പറിന് 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ ക്രെഡിറ്റിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർ എലിജിബിൾ ആണെന്ന് ബൈലോയിലുണ്ട്. എന്നിട്ട് സാർ എന്തിനാണ് ഇതിനകത്തില്ല എന്ന് പറയുന്നതിന്റെ കാര്യം? സാർ ഇവിടെ റെക്കോർഡ്സിലുണ്ട്, അത് എടുക്കാനല്ലേ ഞാൻ അവരോട് പറയുന്നത്. ഇവിടുത്തെ റെക്കോർഡ്സിൽ ഇവര് മുമ്പ് ഇവിടെ ഫ്രൈഡേ ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണർ, അത് കഴിഞ്ഞ് ഇവരെ മാറ്റി വിജയ് ബാബു മാനേജിംഗ് പാർട്ണർ ഇവര് പാർട്ണറുമായി. അത് കഴിഞ്ഞ് 2017 ഇവരെ അതിൽ നിന്ന് മുഴുവനായിട്ട് മാറി യാതൊരു അവകാശവുമില്ല. ഈ മുഴുവൻ പടങ്ങളും വിജയ് ബാബുവിന്റെ ഓണർഷിപ്പിലാണെന്നും അയാളുടെ ഇതിലാണെന്ന് ഒരു അവകാശവും ഇല്ല എന്നും സെൻസർ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ബോർഡ് തരുന്ന സെൻസർ സർട്ടിഫിക്കറ്റ് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമ എന്റെ പേരിൽ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ നിർമ്മിച്ച സിനിമ തന്നെയാണ്. ഞാൻ ഫേം മാറിയിട്ടേ ഉള്ളൂ. എന്റെ പേരിൽ സെൻസർ ചെയ്തിരിക്കുന്ന സിനിമകൾ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളാണ്. അതെങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റില്ല? ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വിശാഖ 2 ഫേമിന്റെ പേരിൽ ചെയ്തതുപോലെ തന്നെ ഞാനും 2 ഫേമിന്റെ പേരിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ ആ ഫേമിന്റെ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു ഞാൻ പാർട്ണർഷിപ്പ് മാറിയെന്ന് പറഞ്ഞാൽ എന്റെ പേരിൽ സെൻസർ സർട്ടിഫിക്കറ്റ് മാറുന്നില്ലല്ലോ. ഞാൻ ചെയ്ത സിനിമ എന്റെ പേരിൽ അല്ലാതാവുന്നില്ലല്ലോ. ഇപ്പൊ ചാനലുകളിൽ വരുമ്പോ വിജയ് ബാബുവിന്റെ പേരിലാണോ എന്റെ സർട്ടിഫിക്കറ്റ് കിടക്കുന്നത്? അല്ലല്ലോ, എന്റെ പേരിൽ തന്നെ കിടക്കുന്നത്. നിർമ്മാതാവ് ഞാൻ തന്നെയാണ്. സാർ ഇത് ഞങ്ങൾ വിറ്റ്നസ് ചെയ്യേണ്ട കാര്യമില്ല. സാറിനാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അസോസിയേഷനിൽ മെമ്പർഷിപ്പിന് കൊടുത്ത ഒരു അപേക്ഷയാണിത്. എനിക്കൊരു സംശയം തോന്നി, ഇനി ഇവരോടുള്ള വൈരാഗ്യം എന്തെങ്കിലും വിരോധം പോലെ എന്തെങ്കിലും കലാശാലം മാറ്റിയിട്ടുണ്ടോ? അതങ്ങനെ സാറിന് തോന്നാനുള്ള കാരണം അല്ല, അത് വേറെ ആരുടെയും അങ്ങനെ എല്ലാ സാധനവും എടുത്ത് കാണുന്നില്ല. അപ്പൊ എനിക്ക് മാത്രം സംശയമുണ്ട്, വേറെ ആർക്കും സംശയമില്ല. എനിക്ക് മാത്രം സംശയം ഉണ്ടോ എന്ന് ചോദിക്കാനുള്ള സാറിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി കാണുമെന്ന് വെച്ചു. നിങ്ങളോട് ഞാൻ വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഈ കടലാസ് നിങ്ങൾ തന്നതാണോ?
കൊടുത്തതാണ്. അതെ, ഞാൻ തന്നെ കൊടുത്തതാണ്. പക്ഷേ സാർ എന്നോട് പറഞ്ഞു ഇതിനകത്തുനിന്ന് എന്തെങ്കിലും കടലാസ് ഇവരെടുത്ത് മാറ്റിയിട്ടുണ്ടോ? ചോദിക്കുന്നത് തെറ്റുണ്ടോ? അവരെ ഞാൻ സംശയിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ സാർ. ഞാൻ പറയാത്ത സാധനം സാർ എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? ഞാൻ എഴുതാപ്പുറം ഒന്ന് വായിച്ച് ഞാൻ അവരെടുത്ത് മാറ്റി ഞാൻ പറഞ്ഞു. towards your security. ഇനി അവരെ ഒരു കടലാസ് വരുവേണ്ട. സ്റ്റാഫിൽ ആർക്കെങ്കിലും വിരോധം ബാക്കി ആർക്കും ഇല്ലാത്ത വിരോധം എന്നോട് മാത്രം എന്തിനാ സാർ? അതെന്തായാലും ന്യായമായ ചോദ്യം എന്ന് പറയുന്നത് വേറെ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഇല്ലാത്ത ഇതെന്തിനാ എന്നോട് മാത്രം? നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചാ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ചോദിച്ചാ സാർ, ഇത് പ്രകാരം സാർ പറയുന്ന അനുസരിച്ചാണ് 2 ഫോമിന്. അതിപ്പോ വിശാഖന് കൊടുത്തതും അങ്ങനെയാണ്. വിശാഖിന്റെ 2 മെമ്പർഷിപ്പ് ഉണ്ട് ഇവിടെ. അതെ, എനിക്കുണ്ട്. ഞാൻ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്ന ആളാണ്. 2016 വരെ ഞാൻ വോട്ട് ചെയ്തിട്ടുള്ള ആളാണ്. കമ്പനിയുടെ സാർ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ഇവിടെ സിനിമകളെല്ലാം ഇവിടെ രജിസ്റ്റേർഡ് ആണ്. ആദ്യത്തെ സിനിമ മുതൽ ഇവിടെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടായ കാലം മുതൽ ഇവിടെ ചെയ്തേക്കുന്ന എല്ലാവരുടെയും പടങ്ങൾ ഇവിടെ രജിസ്റ്റേർഡ് ആണ്. അതുകൊണ്ട് ഇവിടെ രജിസ്റ്റേർഡ് അല്ല എന്ന് സാറിന് പറയാൻ പറ്റില്ല. സാർ എന്ന് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണ്. രജിസ്റ്റേർഡ് ആണ്. ആ പറഞ്ഞ ആശയത്തിന് ഇത്രയും പേര് വിറ്റ്നസ് ചെയ്യാണ്. ഇവൻ ഇതുണ്ട് ആ പറഞ്ഞ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഇത് പരിശോധിച്ചിട്ട് സാറിന് ഒരു ഡിസിഷൻ എനിക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ് നോക്കേണ്ട കാര്യമില്ല. എനിക്ക് സാന്ദ്ര തോമസ് സാറിന് നോക്കിയതുമാണല്ലോ. സാറിന് നോക്കേണ്ട കാര്യമില്ലാന്നുകൊണ്ട് സാർ നോക്കി. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു കാര്യമുള്ളത് സാറിന് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ട്. യു ആർ എൻജോയിങ് എ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഇതിനകത്ത് ബൈലോ എന്ന് പറയുന്നതിനകത്ത് ഒരു പ്രശ്നമുള്ളതാണ്. അതിന്റെ കാരണം ഞാൻ പഠിച്ചിട്ട് പറയാണ്, എനി റെഗുലർ മെമ്പർ, എനി എന്ന വാക്കോടെ വന്നതാണ് പ്രശ്നം. സാർ യു ക്യാൻ ടേക്ക് യൂസ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. Any regular member who has got 3 or more number of pictures censored to his credit will be eligible for occupying any post as an office bearer. Any regular member. Yes. I admit to a regular member. Who has got 3 or more number of pictures censored to his credit. എന്ന് പറയുമ്പോ ഇവിടുത്തെ രജിസ്ട്രേഷന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ ക്രെഡിറ്റിൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് ആണ്. മെമ്പർഷിപ്പ് ഫോമിനാണ്. അത് ഞാൻ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനി റെഗുലർ മെമ്പർ. നൗ ഐ എം എ റെഗുലർ മെമ്പർ. അപ്പൊ എന്റെ പേരിൽ 3 സെൻസസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ എന്തിന്റെ പേരിലാണ് ഇത് റിജക്ട് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. അല്ല അത് കാര്യമാണ് സാർ. ഓൾറെഡി എന്റെ സെൻസസ് സർട്ടിഫിക്കറ്റ് ഇവിടെ രജിസ്റ്റേർഡ് ആണ്. In the case of a partnership term, any one of the partners whose name and signature is affixed to the application form will be eligible. സാർ ഞാനൊരു കാര്യം, ഒരു എക്സാമ്പിൾ ചോദിച്ചോട്ടെ. ഒരാൾ ഒരു കട തുടങ്ങി, അപ്പുറത്ത് പോയി വേറൊരു കട തുടങ്ങിയാൽ ഈ കടയുടെ ഓണർ അയാൾ അല്ലാണ്ടാവും? ഇല്ലല്ലോ. എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒഫീഷ്യൽ റെക്കോർഡ് അനുസരിച്ച് സാന്ദ്ര തോമസിന്റെ പേരിൽ ഒഫീഷ്യൽ റെക്കോർഡിൽ ഇവിടെ ഉണ്ടല്ലോ. അത് അവരോട് എടുത്തു തരാൻ പറ. അവർ എടുത്തു തരാത്തത് എന്താണ്? അത് അവരോട് എടുത്തു തരാൻ പറയൂ. ഒഫീഷ്യൽ റെക്കോർഡിൽ ഞാൻ സാറിനെ കാണിച്ചാണ്. സാറിന്റെ കയ്യിൽ കിട്ടിയേക്കുന്നല്ലോ. സാറ് കണ്ടോളൂ. സാറിന്റെ കയ്യിൽ എന്റെ പേര് സെൻസർ ചെയ്തിരിക്കുന്ന 3 സിനിമകളാണ്. ആയിരിക്കാം. നിങ്ങളുടെ പേരിൽ 3 അല്ല 9 ഉണ്ടായിരിക്കാം. എന്റെ വേറെ ആരും ഇതിനകത്തില്ല. സാന്ദ്ര തോമസിന്റെ പേരിൽ മാത്രമാണ്. നിങ്ങള് ഈ ആപ്ലിക്കേഷൻ സാർ എന്നെ മുമ്പേ പറഞ്ഞു ക്ലോസ് നമ്പർ 41 പ്രകാരം കമ്പനിയെ റെപ്രസെന്റ് ചെയ്യേണ്ട മാനേജിംഗ് പാർട്ണറാണ്. ഞാൻ തന്നെയാണ് റെപ്രസെന്റ് ചെയ്തത്. തർക്കമില്ല. നിങ്ങൾ ചെയ്യേണ്ടിരുന്നത് ഈ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം ആ സെൻസസ് ഇങ്ങനെ പറയുന്നത് 3ാമത് 4ാമത് സെൻസസ് സാർ അതൊന്നും ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരാൾ അതാ ഞാൻ പറഞ്ഞു, ഒരാൾ ഒരു 10 പടം ചെയ്തു. അയാൾ ഇവിടെ 4 പടമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ അയാൾ 10 പടം ചെയ്തില്ല എന്നല്ലോ. ആ 10 പടത്തിൽ ഏതെങ്കിലും 3 പടത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അവർക്ക് മത്സരിക്കാം. പറഞ്ഞിരിക്കുന്നത് ഒരാൾ ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കണമെങ്കിൽ 3 പടമെങ്കിലും ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നുള്ളതുകൊണ്ടാണ് അല്ലെ? അപ്പൊ ഞാൻ 3 പടം ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളതാണ്. എന്ത് കാര്യമാണെങ്കിലും നിഷ്പക്ഷമായി സാറിനെ പോലെ ഒരാളെ ഇവിടെ നിൽക്കുന്നില്ല. നിഷ്പക്ഷമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിഷ്പക്ഷതയില്ലാതെ സാർ എന്താ പറഞ്ഞത്? സാർ നിഷ്പക്ഷമായിട്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. സാർ തെറ്റായിട്ടാണ് ഇപ്പൊ ഒരു തീരുമാനം എടുക്കാൻ.
നിഷ്പക്ഷമായിട്ടാണെങ്കിൽ സാർ എങ്ങനെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? നിഷ്പക്ഷത ഇല്ലായ്മയുടെ ഏറ്റവും വലിയ തെളിവാണല്ലോ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കണേ അല്ലേ? അതില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടല്ലേ സാർ ഇവിടെ 25 വർഷമായിട്ടിരിക്കണേ? ഇവിടെ മാത്രമല്ല, ഇതിനേക്കാളും വലുതാണ് ഫിലിപ്പ് ചേംബർ ഓഫ് കോമേഴ്സ്. എല്ലായിടത്തും ഇരിക്കുന്ന ഇവര് തന്നെയല്ലേ? ഇവര് തന്നെയല്ലേ എല്ലായിടത്തും ഇരിക്കുന്നത്? ഇവിടെ പറയാനുള്ള എന്തുകൊണ്ട് സാർ അത് തള്ളുവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് തള്ളുന്നതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് സാറെന്താണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും കേൾക്കുകയും ചെയ്തല്ലോ. എന്താണ് ഒരു നിഷ്പക്ഷത ഇല്ലാതെ നിങ്ങൾ മത്സരിച്ച് ജയിച്ച് കാണിക്കണം, അല്ലാതെ ഇങ്ങനല്ല കാണിക്കുന്നത്. രാകേഷിന് പേടിയാണെങ്കിൽ ഇങ്ങനല്ല തീരുമാനിക്കണം, അത് മത്സരിച്ച് ജയിച്ച് കാണിക്കേ, അല്ലാതെ ഇങ്ങനത്തെ ഇതൊരുമാതിരി നാണമില്ലാത്ത സിനിമ എടുത്താൽ മാത്രമേ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇവിടെ സിനിമ എടുക്കാത്ത നിർമ്മാതാവല്ല. ഞാൻ ഇവിടെ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുള്ള കൂടുതൽ ഹിറ്റ് പടങ്ങൾ എടുത്തിട്ടുള്ള നിർമ്മാതാവ് തന്നെയാണ്. അല്ലാതെ ഇതുപോലത്തെ പണി ഞാനിതുവരെ കണ്ടിട്ടില്ല. മത്സരിച്ച് ജയിച്ച് കാണിക്കുക, അല്ലാതെ ഇതൊരുമാതിരി വൃത്തികേടായിട്ട് മത്സരിച്ചാൽ തോക്കൂന്ന് ഉറപ്പുള്ളവർ ഇതുപോലത്തെ വൃത്തികേട് കാണിക്കും. പത്രിക തള്ളിയിരിക്കുകയാണ്. അതെ, പത്രിക തള്ളിയിരിക്കുകയാണ്. അത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ്. കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത്. വേറെ ആരുടെയും അങ്ങനെ ഒരു ഇതെടുത്തില്ല. മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ഇതാണ് ബൈലോ പ്രകാരം 23ാമത്തെ പോയിന്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ 3 സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ എലിജിബിൾ ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിൾ ആണെന്നുണ്ട്. അത് പ്രകാരം എല്ലാ എലിജിബിലിറ്റിയും ഉള്ള ഒരു ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നവർക്ക് ഉറപ്പായതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരികയാണ് ഇവർ ചെയ്യേണ്ടത്. അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ, ഇതൊരു അനധികൃതമായ അപ്പോയിൻമെൻ്റ് ആണ് ഈ ഭരണാധികാരിയുടെ പോലും. അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. പക്ഷേ ഇത് തീർത്തും മാത്രമല്ല, നിങ്ങളെല്ലാവരും ഇവിടെ കണ്ടതാണ്. അവിടെ അസോസിയേഷനിലെ ആസ്ഥാന ഗുണ്ടകളുടെ ശ്രീ സിയാദ് കോക്കറും ശ്രീ സുരേഷ് കുമാറും അവരുടെ ഗുണ്ടായിസവും നിങ്ങൾ കണ്ടതാണ്. അപ്പം ഇതാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം. 2 സ്ത്രീകളാണ് ഞങ്ങളൊരു നോമിനേഷൻ അവരുടെ കീ പോസ്റ്റിലേക്ക് കൊടുത്തതിന് ഞാനിവിടെ 2 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് കേരളത്തിലെ ഒരു മലയാളികൾക്കും പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ സിനിമകൾ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ 9 സിനിമകൾ എൻ്റെ സ്വന്തം പേരിൽ സെൻസർ ചെയ്തിട്ടുള്ള ഒരാളായ എൻ്റെ ഇവിടെ ഓൾറെഡി ഇവിടുത്തെ അസോസിയേഷൻ്റെ രജിസ്റ്ററിൽ രജിസ്റ്റേർഡ് ആണ് എൻ്റെ എല്ലാ സിനിമകളും. എന്നിട്ട് പോലും അതൊന്ന് കാണാൻ പോലും തയ്യാറാവാതെ നോക്കാതെ അദ്ദേഹം റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല എന്നോടുള്ളൊരു അനീതിയാണ് ഈ കാണിക്കുന്നത്. ഈ മറ്റുള്ളവരാരെങ്കിലും സ്വാഭാവികമായിട്ടും മറ്റുള്ള ആരെങ്കിലും തടസ്സവാദം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ റിട്ടേണിംഗ് ഓഫീസർ തന്നെ ആ ഒരു വിഷയം ഓണാക്കുന്നതാണ് കണ്ടത്. അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിന്റെ അർത്ഥം റിട്ടേണിംഗ് ഓഫീസർ അവരുടെ ആളാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആണല്ലോ അതിൽ നിന്ന്. മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല. അദ്ദേഹം കാണാൻ പോലും നിന്നില്ല. വേറൊരാളുടെയും ഇത്രയും നോമിനേഷൻസ് അവിടെ നോക്കിയിട്ട് എൻ്റെ മാത്രമാണ് പേപ്പേഴ്സ് എല്ലാം എടുപ്പിച്ചത്. അതിൽ എനിക്ക് മാത്രമാണ് സംശയമുണ്ടോ എന്ന് ചോദിച്ചതും വേറെ ആർക്കും
അങ്ങനെ ഒരു ഇതാണ്. അതിൻ്റെ അർത്ഥം തന്നെ ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്നുള്ള കാര്യമാണല്ലോ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെയാണ് അത് ചോദിച്ചത്. ഇതിനെ നിയമപരമായി നേരിടാനാണോ? തീർച്ചയായിട്ടും നിയമപരമായി തന്നെ നേരിടും. കാര്യം ഇതൊരു അനീതിയാണ്. ഇത് ഇവിടെ കോടതി നിയമമൊക്കെ നിലനിൽക്കുന്ന സ്ഥലം തന്നെയല്ലേ. ഇങ്ങനെയൊരു അനീതിക്ക് ഇവർക്കത് ഈ അസോസിയേഷനിൽ വർഷങ്ങളായിട്ട് ഇവർ നടത്തിക്കൊണ്ട് പോരുന്ന കാര്യങ്ങളാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ആളുകൾ വന്നത് ഇപ്പോഴാണ്. എക്സിക്യൂട്ടീവിലേക്ക് മത്സരിക്കാമെന്ന് തോന്നുന്നല്ലേ, അത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനം? എക്സിക്യൂട്ടീവിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രസിഡന്റായിട്ട് തന്നെ മത്സരിക്കാനാണ് എൻ്റെ തീരുമാനം. പ്രസിഡന്റായിട്ട് അവരെന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിക്കട്ടെ, അല്ലാതെ ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. രാകേഷിന് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിച്ച് കാണിച്ചു തരട്ടെ. അത് അല്ലാതെ ഇങ്ങനെ അവരുടെ ഒരാളെ വെച്ച്, വരണാധികാരിയെ വെച്ച്, ഒരു നിഷ്പക്ഷനല്ല എന്നതിന് കൃത്യമായ തെളിവാണല്ലോ 25 വർഷമായി ഒരാളിരിക്കുന്നത് തന്നെ. പിന്നെ നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനെ ഒരു വരണാധികാരിയെ വെക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കോടതിയെ സമീപിച്ച് ചെയ്യുമ്പോൾ അതിനൊരു കാലതാമസമൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ച എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്കെങ്കിലും അതിനൊരു സർട്ടിഫിക്കറ്റ് പറയുന്ന ആള് അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉണ്ട്. അതിൽ എന്തായാലും ഈ അസോസിയേഷനിൽ കയറുക എന്നുള്ളത് തന്നെയാണ്. അത് ഞാൻ മത്സരിക്കും. അത് ഞാൻ മത്സരിച്ച് തന്നെ കയറും. മത്സരിച്ച് അത് എല്ലാവരും അറിയേണ്ടതാണ്. ഇവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം മൊത്തമായിട്ട് കുറച്ച് പേരുടെ ഒരു കോക്കസിനകത്താണ് മലയാള സിനിമ മൊത്തം ഇരിക്കുന്നത്. ആ കോക്കസ് ഇവിടെ വളരെ സജീവമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വിറ്റ്നസ് ചെയ്തത്. എന്താണ് ഇവിടെ കണ്ടത്? ഇപ്പൊ സുരേഷ് കുമാറും സിയാദ് ബോക്കറും അടക്കമുള്ള ആളുകൾ കാണിക്കുന്ന ഗുണ്ടായുസവും ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടാണ്. ഇതാണ് മറ്റുള്ള എല്ലാ നിർമ്മാതാക്കളോടും ചെയ്യുന്നത്. ഇവിടെ ഒരു നോമിനേഷൻ കൊടുക്കാൻ പോലും ആരെയും സമ്മതിക്കാറില്ല. എങ്ങനെ ഇതിന്റെ ഒരു പ്രശ്നം പരിഹരിക്കാന്ന് കരുതുന്നു? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടും ഇവിടെ എനിക്ക് വേറെ വഴിയില്ലല്ലോ. എനിക്ക് കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമല്ലേ വഴിയുള്ളൂ. കാരണം ഇവിടെ ഒരു റിട്ടേണിംഗ് ഓഫീസറെ വെച്ചിരിക്കുന്നത് പോലും അവർ തന്നെ വെച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് അവിടെ നീതി കിട്ടുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അപ്പൊ നീതി കിട്ടാത്തടത്ത് എനിക്ക് കോടതിയെ സമീപിക്കാനേ വഴിയുള്ളൂ. പിന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ആയതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. എല്ലാം ഇനി കോടതിയുടെ ഒരു 100% മെറിറ്റ് ഉള്ള ഒരു കേസാണ് എൻ്റെത്. ഞാൻ സിനിമകൾ ചെയ്തിട്ടുള്ളതാണെന്ന് ഇവിടെയുള്ള മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ 3-ൽ കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നിർമ്മാതാവാണ്. എൻ്റെ പേരിൽ 9 സിനിമകളോളം സെൻസർ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണ്. അപ്പം നമ്മുടെ ബൈലോ പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും, ഞാനിപ്പോൾ ഒരു റെഗുലർ മെമ്പറാണ്, ഏതൊരു റെഗുലർ മെമ്പറിനും 3 സെൻസർ സർട്ടിഫിക്കറ്റ് അവരുടെ പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മത്സരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും 2 സിനിമയാണ് അംഗീകരിക്കുന്നത്. സന്ദ്ര തോമസ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഇറങ്ങിയ 2 സിനിമകൾ മാത്രമാണ് രേഖാമൂലം ഇവിടെ ഉള്ളതെന്നാണ് അവർ പറയുന്നത്, ഭരണാധികാരി പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് സർട്ടിഫിക്കേഷൻ ആണ് എനിക്ക് തന്നിരിക്കുന്നത്. ബാക്കിയുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം അത് ഇവർ അംഗീകരിക്കാതിരുന്നതുകൊണ്ട് അതൊന്നും മങ്കിപ്പൻ എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ. ആട് എന്ന് പറയുന്ന സിനിമ എന്റെ അല്ലാതാവുന്നില്ലല്ലോ. എല്ലാം വിജയബാബു വാങ്ങി എന്നാണ് ഒരിക്കലും സെൻസർ സർട്ടിഫിക്കറ്റ് എഴുതിയ ആളുടെ ഞാൻ ഇനി ആ ആളുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ. സെൻസർ സർട്ടിഫിക്കറ്റ് ഒരു ഒറിജിനൽ സിനിമ ആരുടെ പേരിലാണോ അത് അവരുടെ പേരിൽ തന്നെയാണ്. ഒരിക്കൽ സെൻസർ ചെയ്ത സിനിമ പിന്നീട് ആർക്കും മാറ്റാൻ പറ്റില്ല. അതെ, മെമ്പർഷിപ്പിന് വേണ്ടി ബാനറാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്തത്. കാര്യം ഒരു സിനിമ ചെയ്ത ആളെ നേരത്തെ നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കാണും. ഭരണാധികാരി പറഞ്ഞു ഒരു സിനിമ ചെയ്ത ആൾക്ക് ഇവിടെ അസോസിയേഷനിൽ മെമ്പർ ആവാം. പക്ഷേ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിട്ടും എന്നെ മെമ്പർ ആക്കിയില്ല. അതുപോലെ തന്നെ ഒരുപാട് നിർമ്മാതാക്കളെ ഇവിടെ മെമ്പേഴ്സ് ആക്കിയിട്ടില്ല. അവർ പറയുന്ന റീസൺ 2 സിനിമകൾ ചെയ്തെങ്കിൽ മാത്രമേ മെമ്പർ ആവാൻ പറ്റുള്ളൂ എന്നാണ്. 2 സിനിമകൾ ചെയ്തതിന് ശേഷം 2 സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ മെമ്പർ ആയേക്കുന്നത്. അത് പ്രകാരം ഞാൻ റെഗുലർ മെമ്പർ ആണ്. ഒരു റെഗുലർ മെമ്പറിന് അവർ ചിലപ്പോൾ അവരുടെ സെൻസർ സർട്ടിഫിക്കറ്റ് എല്ലാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തോളണമെന്നില്ലല്ലോ. ഒരാളുടെ സൗകര്യമല്ലേ ഇവിടെ എത്ര സെൻസർ, അവർക്ക് മെമ്പർഷിപ്പിന് മാത്രമാണ് 2 സെൻസർ സർട്ടിഫിക്കറ്റ് ഇവർ പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം സെൻസർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മത്സരിക്കാം. 2 സിനിമകൾ ചെയ്തല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണമെങ്കിൽ റെഗുലർ മെമ്പർ ആയിരിക്കണം. അവർക്ക് 3 സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അത് ഒരേ ഫേമിന്റെ തന്നെ ആയിരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇവിടെ പെൻഷൻ മേടിക്കുന്നതും എല്ലാം പലരും പല ബാനറുകളിൽ നിന്നാണ്. അപ്പം മാത്രമല്ല ഇതിനു മുമ്പുള്ള ഇലക്ഷനുകളിലും പലരും പല ബാനറുകളിൽ നിന്നാണ് മത്സരിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ ഒരു ഡ്രാമ ഇവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ എന്റെ പോലെ തന്നെ 2 ബാനറിൽ സിനിമ ചെയ്തതാണ് വിശാഖ് സുബ്രഹ്മണ്യം. വിശാഖിന്റെ 2 ബാനറിൽ 2 സിനിമകളാണ് ചെയ്തേക്കുന്നത്. വിശാഖിന്റെ അവർ അക്സെപ്റ്റ് ചെയ്തു, എന്റെ എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തില്ല? ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണ്. വിശാഖിന്റെ ജോയിന്റ് സെക്രട്ടറി പോസ്റ്റിലേക്കാണ് കീ പോസ്റ്റിലേക്കാണ് എടുത്തേക്കുന്നത്. 2 സിനിമകളുടെ ബാനറിൽ 2 സിനിമകൾ വെച്ചിട്ടാണ് വിശാഖ് ചെയ്തിരിക്കുന്നത്.
2 സിനിമകൾ വീതം വിശാഖ് ചെയ്തതും വിശാഖിന്റെ എന്റെയും ഒരേ കേസാണ്. എന്നിട്ട് പോലും വിശാഖിനെ അക്സെപ്റ്റ് ചെയ്യും, എന്നെ റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിനവർ പറയുന്ന കാരണം വിശാഖ് ഇപ്പോഴും അതിന്റെ ആ കമ്പനി തുടരുന്നുണ്ട്, ആ കമ്പനിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെ അതെ. പക്ഷെ ആ സിനിമകളെല്ലാം ചെയ്യുമ്പോൾ ഞാൻ തന്നെയായിരുന്നു ആ സിനിമയുടെ മാനേജിംഗ് പാർട്ട്ണർ, ആ ഫേമിന്റെ മാനേജിംഗ് പാർട്ട്ണർ. എന്ന് വെച്ച് ഞാൻ ഫേമിൽ നിന്ന് മാറിയത് കൊണ്ട് ആ സിനിമകൾ ഇല്ലാതാവുന്നില്ലല്ലോ. ആ സിനിമകളൊന്നും ഒരു ചാനലുകളും വിഡ്രോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അന്നത്തെ പാർട്ട്ണറായിരുന്ന വിജയബാബു ഉൾപ്പെടെയുള്ളവർ അവർക്കൊരു കത്ത് ഇവിടെ നൽകാൻ കഴിയില്ലേ? ഇവര് ചോദിച്ചിരുന്നല്ലോ, വിജയബാബു കൊടുത്തില്ലല്ലോ.